നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു. ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന ഭക്തനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ ആ ജീവിത കാലഘട്ടത്തിൽ തന്നെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമുണ്ടായിരുന്നില്ല. ദൈവത്തെ ഭക്തിയോടുകൂടെ സേവിക്കുവാൻ ശ്രദ്ധാലുവായിരുന്ന ഇയ്യോബ് വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ തൻ്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ ത്യജിച്ചുപോയി എന്നുള്ള ചിന്തയിൽ മക്കളെ ശുദ്ധീകരിക്കുവാൻ മനസ്സുവെച്ച ഭക്തനായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്നത്. 7000 ആടും 3000 ഒട്ടകവും 500 കാളയും കഴുതയും ഒക്കെയുള്ള ധനാഢ്യനായ മനുഷ്യൻ. 10 മക്കൾ തനിക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പിശാച് കടന്നു ചെന്ന് ഇയ്യോബ് ദൈവത്തെ ആഴമായി വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം സമ്പത്താണ്, ആരോഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ദൈവം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിശാച് പല പ്രവർത്തികൾ ചെയ്യുകയും ദൈവത്തിൻ്റെ അനുവാദം ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നാശനഷ്ടങ്ങളുണ്ടായി. തൻ്റെ സമ്പത്തും ആടുമാടുകളും എല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ ജീവിതം കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ചില നാളുകൾ, ചില വർഷങ്ങളോളം ഇയ്യോബ് വ്യഥകൾ അനുഭവിക്കേണ്ടതായി വന്നു. ഇയ്യോബ് സങ്കടക്കടലിൽ മുങ്ങിപ്പോകത്തക്ക സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് ഇത് നേരിടേണ്ടി വന്നത്? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇത്തരം കഷ്ടതകൾ കടന്നു വന്നാൽ ഇയ്യോബ് മുഖത്തു നോക്കി ദൈവത്തെ ത്യജിച്ചു പറയണം. ദൈവത്തെ ഏറ്റുപറഞ്ഞ അധരം കൊണ്ട് തന്നെ ഇയ്യോബ് ദൈവത്തെ ത്യജിക്കണം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കിന് വളരെ ശക്തിയുണ്ട്. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങൾ പിശാചിന് അറിയാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്നതായ വാക്കുകൾ പിശാച് കേൾക്കുകയാണ്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്നതായ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. അത് പിശാചിന് മഹത്വം ലഭിക്കുന്നതും പ്രവർത്തിക്കാൻ പിശാച് കൂടുതൽ വ്യഗ്രത കാണിക്കുന്നതുമായ വാക്കുകളൊന്നും നമ്മിൽ നിന്ന് ലഭ്യമാകാത്ത നിലയിൽ നമ്മുടെ വാക്ക് ഉപയോഗിക്കണം. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലെന്ന് പറയത്തക്ക നിലയിൽ ദൈവം ഉപയോഗിക്കത്തക്ക നിലയിൽ സമർപ്പിക്കപ്പെട്ട അധരമുണ്ടാകണം. അപ്പോൾ ഇയ്യോബ് ഒന്നിനാലും പാപം ചെയ്തില്ല. ഇയ്യോബിനെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി സ്നേഹിതന്മാർ കടന്നു വരുന്നുണ്ട്. അവരും ഇയ്യോബ് പാപം ചെയ്തത് കൊണ്ടാണെന്നും സ്വയം നീതീകരിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്നവർ പോലും ഇയ്യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറുകയാണ്. എങ്ങുനിന്നും ഒരാശ്വാസം തനിക്കില്ല. തൻ്റെ പ്രിയപ്പെട്ടവൾ പോലും ഇയ്യോബിന് എതിരായി മാറുകയാണ്. സ്നേഹിതർ ഇയ്യോബിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള താഴ്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്? ഉത്തരം കണ്ടെത്താൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ 42-ാം അധ്യായത്തിൽ ഇയ്യോബ് പറഞ്ഞ പദമാണ്. ഇയ്യോബിനെ ധൈര്യപ്പെടുത്താൻ, ഇയ്യോബിന് ഉത്തരം കൊടുക്കാൻ ചുഴലിക്കാറ്റിൽ തന്നെ ദൈവം ഇറങ്ങി വന്നു. ചുഴലിക്കാറ്റാണ് ഇയ്യോബിൻ്റെ വീടിന് 4 മൂലയിലും അടിച്ച് വലിയ തകർച്ചകളുണ്ടായതെങ്കിൽ അതേ ചുഴലിക്കാറ്റിൽ മറ്റൊരു സന്ദർഭത്തിൽ ദൈവം ഇറങ്ങി വന്ന് ഇയ്യോബിനോട് സംസാരിക്കാൻ. ഇയ്യോബിനോട് സംസാരിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തോട് പറഞ്ഞ മറുപടിയാണ്, ദൈവമേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ്, കഷ്ടതയ്ക്കകത്ത് അതിജീവിച്ച അനന്തരം ഇയ്യോബ് മനസ്സിലാക്കിയ ഏറ്റവും വലിയ സംഗതി എന്താണ്? ഏത് തകർച്ചയിലൂടെ പോയാലും താഴ്ചയിലൂടെ പോയാലും ഒരിക്കലും നുകരുവാൻ കഴിയാറവണ്ണം താഴ്ചപ്പെട്ടാലും എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം എന്നോടുള്ള ബന്ധത്തിൽ വെച്ചിരിക്കുന്ന ഉദ്ദേശങ്ങളെ തകർക്കാൻ സാത്താൻ്റെ പദ്ധതികൾക്കോ പ്രതീക്ഷകൾക്കോ കഴിയുകയില്ല എന്ന് ഞാൻ അറിയുന്നു. തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ. കഷ്ടത തിരിച്ചറിവിൻ്റെ ചില പാഠങ്ങൾ ഇയ്യോബിന് നൽകുകയാണ്. എന്താണ് തിരിച്ചറിവ്? ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. മറ്റൊരാളിലൂടെയല്ല,
തൻ്റെ ലൈഫിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം. ഈ രാവിലെ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ എത്ര തകർച്ചയിലൂടെ കടന്നു പോയാലും ഒരുപക്ഷെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന ചില സംഭവങ്ങളുടെ പിന്നാമ്പുറത്തുള്ള രഹസ്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. നമ്മളറിയാത്ത ചില കാര്യങ്ങൾ അദൃശ്യമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാച് അവകാശവാദം ഉന്നയിച്ച് നടത്തിയിട്ടുണ്ടായിരിക്കാം. നമ്മുടെ വിശ്വാസം ധരിക്കുമെന്നും ദൈവത്തെ തള്ളിപ്പറയുമെന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒരുപക്ഷെ പദവിയാണെന്നോ പണമാണെന്നോ ആൾബലമാണെന്നോ ഒക്കെ പറഞ്ഞ് പിശാച് നിരത്തിയിരിക്കുന്ന ചില വാദഗതികളെ നമ്മുടെ ലൈഫ് കൊണ്ട് തന്നെ ദൈവം പൊളിച്ചെടുക്കും. ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം തിരികെ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന് നമ്മെ പണിത് ശ്രേഷ്ഠരാക്കി മാറ്റാൻ കഴിയും. ഈ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം കൊടുത്തെന്നല്ല ഇവിടെ വായിക്കുന്നത്, ഇരട്ടിയായി ദൈവം മടക്കി നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.